രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ലോക ജനതയ്ക്ക് തന്നെ ഒരു മാതൃകയാക്കാവുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയായ ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ 2ാം വർഷ ഓർമ്മ ദിനമാണ് ഇന്ന്. ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊള്ളുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് ഓരോ മലയാളികൾക്കും വ്യക്തമായി അറിയാവുന്ന ഒരു പ്രപഞ്ച സത്യം തന്നെയാണ്. അതിലേറ്റവും ഒരു പ്രധാന ഉദാഹരണം തന്നെ ജനസമ്പർക്ക പരിപാടി എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ഏതാണ്ട് ഒരു 15-16 മണിക്കൂർ സമയം ഒരു വേദിയിൽ നിന്ന് പൊതുജനങ്ങളുമായി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടുക എന്ന് പറയുന്നത് തന്നെ എനിക്ക് തോന്നുന്നു ലോക ചരിത്രത്തിൽ ആദ്യമായൊരു സംഭവമായിരിക്കും. അതിനു മുമ്പ് നമ്മൾ കണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫോണിലൂടെ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാർ ഫോണിലൂടെ ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു പ്രവണത പണ്ടുണ്ടായിരുന്നു. അത് ഏഷ്യാനെറ്റിലായിരുന്നു. പിന്നെ കണ്ടിരിക്കുന്നത് ഇത്രയധികം ജനങ്ങൾ ഒരു മുഖ്യമന്ത്രി നേരിട്ട് വന്ന് മണിക്കൂറുകളോളം ആ വേദിയിൽ നിന്ന് അവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി അതിന് ഉചിതമായ നടപടിയെടുക്കാൻ ശ്രമിക്കുക. പോരാത്തതിന് എവറി സൺഡേ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, കോട്ടയത്തെ പുതുപ്പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഞാനും 2 തവണ പോയിട്ടുള്ളതാണ്. ചുരുങ്ങിയത് എങ്ങനെ പോയാലും ഒരു 500 പേരെങ്കിലും ഉണ്ടാവും. ഏറ്റവും ചുരുങ്ങിയത് 500 പേരുണ്ടെങ്കിൽ അതിനകത്തൊരു ആ 500 പേരുടെ പ്രശ്നങ്ങളും എന്താണ് എന്ന് പരാതികൾ സ്വീകരിച്ച് അല്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കി അതിന് വേണ്ട നടപടികൾക്ക് പ്രൊമോട്ട് ചെയ്ത ശേഷം മാത്രമേ അദ്ദേഹം ഒരു ചായ കുടിക്കാൻ പോലും പോകാറുള്ളൂ എന്നാണ് ഞാൻ 2 തവണ പോയി കണ്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ ഒരു അതിശയമാണ്. ഒരു മനുഷ്യർക്ക് എങ്ങനെ ഇത്രയും വാർദ്ധക്യത്തിലും ഇത്രയും എനർജി എങ്ങനെ ഉണ്ടാകുക എന്ന് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണാനന്തര കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് കേരള ജനത അദ്ദേഹത്തിനോട് കാണിച്ച ആദരവ് നമ്മൾ ലോകമെമ്പാടും കിടക്കുന്ന മലയാളികൾ ടി വിയിലൂടെയും ചാനലിലൂടെയൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കിയതാണ്. അതിനോടൊപ്പം തന്നെ എനിക്ക് മറ്റൊരു കാര്യവും കൂടി ഇവിടെ ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ കോട്ടയത്ത് ഒരു സിനിമാക്കാരുടെ ഒരു പരിപാടി നടന്നു. ഒരു പൊതുവേദിയിലായിരുന്നു, പ്രൈവറ്റ് ഒരു ഹാളിലായിരുന്നു. ഹാളിൻ്റെ പേര് ഇന്ദ്രപ്രസ്ഥം എന്ന് പറയും. ആ പരിപാടിയിൽ മുഖ്യ അതിഥിയായിട്ട് എത്തിയിരുന്ന അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറാണ്. ആ വേദിയിൽ നമ്മുടെ മീര ജാസ്മിൻ ഉണ്ടായിരുന്നു. മീര ജാസ്മിൻ ആ വേദിയിൽ അവർക്ക് ആ വേദി അഭിസംബോധന ചെയ്യാൻ അവസരം കിട്ടിയപ്പോൾ അവർ മന്ത്രിയെ വേദി തൊട്ടടുത്ത് തന്നെ ഇരുത്തിക്കൊണ്ട് എൻ്റെ വീട്ടുകാർ അങ്ങനെ ചൂഷണം ചെയ്യുന്നു, ഇങ്ങനെ ചൂഷണം ചെയ്യുന്നു, ഞാൻ അതിലൂടെ ഒരുപാട് ദുരിതം അനുഭവിക്കുന്നു, എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നും പറഞ്ഞ് ഇവരവിടെ കിടന്ന് ആ വേദിയിൽ ആ മൈക്കിൻ്റെ മുമ്പിൽ പൊട്ടിക്കരയാണ് ചെയ്തത്. ഇതൊക്കെ നമ്മൾ ടി വിയിലും പത്രമാധ്യമങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള കാര്യമാണ്. എന്നാൽ ആ വേദിയിൽ ഇതൊക്കെ കേട്ടിരുന്ന ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം മറ്റൊരു മുഖ്യമന്ത്രിയാണെങ്കിൽ പറയും, തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്ന മറുപടി എന്തായിരിക്കും, നിങ്ങൾ ഒരു പരാതി എഴുതുക അല്ലെങ്കിൽ അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പരിഹരിക്കാം, തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് മാറുകയുള്ളൂ. കാരണം നമുക്കറിയാമല്ലോ, ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഇന്നിപ്പോൾ 10 മണിക്ക് നമ്മുടെ ഇവിടുത്തെ സ്റ്റേജിലെ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ വേദിയാണെങ്കിൽ 11 മണിക്ക് ചിലപ്പോൾ എറണാകുളത്തായിരിക്കും, അല്ലെങ്കിൽ 12 മണി 2 മണിക്ക് പാലക്കാടായിരിക്കും, അല്ലെങ്കിൽ വൈകിട്ട് 5 മണിക്ക് ട്രിവാൻഡ്രത്തായിരിക്കും. ഇങ്ങനെ ഇവർക്ക് സംസ്ഥാനത്ത് ഉടനീളം പോകേണ്ട കാര്യങ്ങളുണ്ട്. അവർക്ക് ഓരോ പരിപാടികളുണ്ട്. അവർക്ക് ഒരു സിനിമാ നടൻ്റെയോ അല്ലെങ്കിൽ സിനിമാ നടിയുടെയോ ആഭ്യന്തര കാര്യങ്ങൾക്ക് വേണ്ടി അത് പ്രശ്നം പരിഹരിക്കാനായിട്ട് അല്ലെങ്കിൽ അവരെ സഹായിക്കാനായിട്ട് സമയം കണ്ടെത്തേണ്ട കാര്യമൊന്നുമില്ല. അവർ പറയും പരാതിത, ഞങ്ങൾ തീർച്ചയായിട്ടും വേണ്ട നടപടി എടുക്കാം എന്ന് പറഞ്ഞ് പോയാൽ മതി. പക്ഷേ നമ്മുടെ ഉമ്മൻചാണ്ടി സാറാകട്ടെ ആ മൈക്കിലൂടെ തന്നെ അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും മീരയെ സഹായിക്കാം, മീര ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, മീരയ്ക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് നമ്മൾ പരാതിയായിട്ട് തന്നാൽ മതി, കഴിവിൻ്റെ പരമാവധി അതെന്താണ് ഏതാണെന്നൊക്കെ അന്വേഷിച്ച് അതിന് വേണ്ട നടപടിയെടുത്ത് മീരയെ ഞങ്ങൾ സഹായിക്കാം. സംസ്ഥാന ഗവൺമെൻറ് തരത്തിൽ തന്നെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകും. മീര ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, മീര ഒറ്റയ്ക്കല്ല, മീര നല്ലൊരു അഭിനേത്രിയാണ്, മീരയ്ക്ക് അങ്ങനെ അത്തരം ദുരിതങ്ങൾക്കൊന്നും ഞങ്ങൾ ഒരിക്കലും കൈയും കെട്ടി നോക്കി നിൽക്കുകയില്ല എന്നൊക്കെ അദ്ദേഹം മറുപടി പ്രസംഗത്തിലൂടെ പറയുകയും ഒപ്പം തന്നെ മീരയോട് വേണ്ട നടപടികളിലേക്ക് പരാതി അന്നേരം വേണ്ട നടപടികളിലേക്ക് നമുക്ക് ഇറങ്ങി അത് മാക്സിമം നമുക്ക് പരിഹരിക്കാം എന്ന് അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ആശ്വസിപ്പിച്ചിട്ടാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ ആ വേദി വിട്ടു പോകുന്നത്. തീർച്ചയായിട്ടും സാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാമ്പുറത്ത് അതിൻ്റെ ബാക്കി കാര്യങ്ങളും സാർ ചെയ്തു കൊടുത്തിട്ടുണ്ടാകും, അവർ സഹായിച്ചിട്ടുണ്ടാകും. പ്രശ്നം അതൊന്നുമല്ല, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രശ്നം അതൊന്നുമല്ല. നമ്മുടെ ഉമ്മൻചാണ്ടി സാർ മരണപ്പെട്ടിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് കൊണ്ടുവന്നു. ട്രിവാൻഡ്രം മുതൽ പുതുപ്പള്ളിയിൽ ആ പള്ളിയിൽ അടക്കം ചെയ്യുന്ന സമയം വരെയുള്ള കാര്യങ്ങൾ ഏകദേശം ലോകമെമ്പാടും കിടന്ന മലയാളികൾ കണ്ടിട്ടുള്ളതാണ്. നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്, ആരൊക്കെ വന്നു, ആരൊക്കെ പോയി എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവിടെങ്ങളിലെങ്ങും ഈ മീര ജാസ്മിൻ എന്ന ഒരു അഭിനേത്രിയെ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ഉണ്ടെന്നാണ് എന്നെ വിശ്വസിക്കുന്നത്. എൻ്റെ കാഴ്ചയിൽ ഞാൻ അവസാന ദിവസം സാറിൻ്റെ അടക്കവുമായി ബന്ധപ്പെട്ട് ഞാനും അവിടെ ചെന്നിരുന്നു.
ഞാനും അതിൽ സഹകരിക്കുകയൊക്കെ ഉണ്ടായി. അവിടെ എങ്ങും ഞാൻ കണ്ടില്ല. അല്ലെങ്കിൽ വരുന്ന വഴിക്ക് പിന്നെ കാണാനുള്ള ട്രാൻഡ്രത്താണ്. ട്രാൻഡ്രത്താണല്ലോ ബോഡി ഇങ്ങോട്ട് കോട്ടയത്തേക്ക് പുതുപ്പള്ളിയിലേക്ക് കൊണ്ടുവരുന്നത്. ട്രാൻഡ്രത്തും അവർ വന്നിട്ടുള്ളതായിട്ടും എൻ്റെ അറിവില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ വ്യക്തിപരമായി ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ മേരെ പോലത്തെ ഒരു അഭിനേത്രി ട്രാൻഡ്രം മുതൽ അദ്ദേഹത്തിൻ്റെ ബോഡി സാറിൻ്റെ ബോഡിക്കൊപ്പം തന്നെ മൃതശരീരത്തിനൊപ്പം തന്നെ പുതുപ്പള്ളി വരെ വന്ന് മടങ്ങേണ്ടിയിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം സാർ അത്രത്തോളം ആ കാര്യത്തിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. സാർ അതിന് മുൻതൂക്കം, അവരുടെ പ്രശ്നങ്ങൾക്ക് മുൻതൂക്കം എടുത്ത് അത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അല്ല സാർ ചുമ്മാ വായി തോന്നുന്ന പൊങ്ങച്ച വർത്താനം പറഞ്ഞു പോകുന്ന ഒരാളല്ല. പുള്ളി ഒരു കാര്യം ഏറ്റുണ്ടെങ്കിൽ എന്തിന് നമ്മൾ പുതുപ്പള്ളിയിലായാലും ശരി ട്രാൻഡ്രത്തായാലും ശരി, സാറ് മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് സാറിനെ ചെന്ന് കാണാനൊരു അപേക്ഷയായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആര് പോയാലും ഒരു മരുന്നിൻ്റെ കേസാണെങ്കിൽ പോലും അദ്ദേഹം അത് മേടിച്ചു കൊടുക്കാൻ മെനക്കെടുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ കേരളം അറിയപ്പെടുന്ന ഒരു അഭിനേത്രി, അവരുടെ ബുദ്ധിമുട്ടുകൾ അല്ല അവർക്കുണ്ടാകുന്ന ദുരിതങ്ങൾ പൊതുവേദിയിൽ ചെയ്യുന്ന സ്ഥിതിക്ക് മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം ഒരിക്കലും ചുമ്മാ ഇരിക്കുകയല്ല. അദ്ദേഹം മറ്റുള്ള മുഖ്യമന്ത്രിമാരിൽ നിന്നും തികച്ചും വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ മീരയ്ക്ക് അദ്ദേഹം എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്ത് അവരുടെ കുടുംബ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവർ ഒരുപാട് സാമ്പത്തികപരമായ ഫൈനാൻഷ്യലി അവർ വഞ്ചിക്കപ്പെട്ടെന്നും ചതിക്കപ്പെട്ടെന്നും അവർ ഒറ്റപ്പെട്ടെന്നൊക്കെയാണ് അവർ അക്കാലത്തിൽ ആ പൊതുവേദിയിൽ പരാതി പറഞ്ഞിരുന്നത്. അത്തരം പ്രശ്നങ്ങൾക്കെല്ലാം സാറ് നേരിട്ട് തന്നെ മുൻകൈയെടുത്ത് ആ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സാറിൻ്റെ സ്വഭാവം അതാണല്ലോ. അതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ പറയുന്നതല്ല. നമ്മൾ ആരും കൂട്ടത്തിൽ പോയി അത് കണ്ടൊന്നുമില്ല. അഥവാ ഇല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ മീര പിന്നീടാണെങ്കിലും പറഞ്ഞേന്, ഞാൻ മുഖ്യമന്ത്രി എനിക്ക് വാക്ക് തന്നതാണ്, ഉമ്മൻചാണ്ടി സാർ എനിക്ക് വാക്ക് തന്നതാണ്, എനിക്ക് ഒരു സംസ്ഥാന മന്ത്രിതലത്തിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് തലത്തിൽ എനിക്ക് യാതൊരു സഹായം കിട്ടിയില്ല, ഞാൻ ഇന്നും ദുരിതം കിട്ടിയില്ലായിരുന്നെങ്കിൽ. പിന്നെ അവർ അങ്ങനെ ഒരു പരാതി പിന്നീട് അവർ പറഞ്ഞതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടായിട്ടും ഇല്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അവർ തന്നെ ചെന്നൈയിലൊരു നടനുണ്ടായിരുന്നു, ഒരു കോമഡി നടൻ, ഒരു കുഞ്ഞു മനുഷ്യൻ, 2 അടി മാത്രം ഇവരുള്ള അയാളുടെ മകളുടെ വിവാഹത്തിന് അദ്ദേഹം മുഴുവൻ സിനിമാ താരങ്ങളെയും ചെന്ന് വിളിച്ചു. എല്ലാവരും ഞാൻ വന്നേക്കാം, ഞങ്ങൾ അവിടെ ഉണ്ടാവും, ഒന്നുകൊണ്ടും ഭയക്കണ്ട, പോയിക്കോളാൻ പറഞ്ഞു. പക്ഷെ അവസാനം വന്നപ്പോഴത്തേക്ക് മെയിൻ താരങ്ങൾ ആരും തന്നെ ഇല്ല. എന്തിനധികം പറയുന്നു, നമ്മുടെ കീർത്തി സുരേഷിൻ്റെ വിവാഹം ഇവിടെ ഗോവയ്ക്ക് പോകാൻ വേണ്ടി നമ്മുടെ തൃഷയും വിജയും ഒക്കെ പ്രൈവറ്റ് വിമാനം പിടിച്ചാണ് അവർ പോയത്. എന്നിരിക്കെ ഈ ചെറിയ നടൻ്റെ മകളുടെ വിവാഹത്തിന് എത്താമെന്ന് പറഞ്ഞിട്ട് ഒരു താരങ്ങളും മെയിൻ താരങ്ങൾ ആരും തന്നെ പോയില്ല. പക്ഷേ ആരും പോയില്ലെങ്കിലും ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അദ്ദേഹം പോയിരുന്നു, മുഖ്യമന്ത്രിയും മറ്റുള്ള മന്ത്രിമാരും പോയിരുന്നു. അവരെന്തായാലും സംസ്ഥാനത്തിൻ്റെ ചീഫ് മിനിസ്റ്റർ അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ആക്ടേഴ്സിനേക്കാൾ എത്രയോ മുകളിൽ ആണല്ലോ എന്ന് പറഞ്ഞ പോലെ മീന ജാസ്മിൻ്റെ കേസിന് മുഖ്യമന്ത്രി തന്നെ നേരിട്ടിടപെട്ട് അത്തരം കാര്യങ്ങൾക്ക് അവരെ സഹായിച്ചിട്ടുണ്ട്. ആ മഹാന്റെ മരണവുമായി ബന്ധപ്പെട്ട് മീര ജാസ്മിൻ പങ്കെടുത്തിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനിയിപ്പം അഥവാ ട്രാൻഡ്രത്തെങ്ങാനും പോയി വന്ന് ഒരു റീത്ത് വെച്ചിട്ട് ഒരു ഓടി പോയിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. ഞാൻ കണ്ടിടത്തോളം ആ 2-3 ദിവസത്തെ ടി വിയിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ന്യൂസ് ചാനലുകളെല്ലാം മരണവുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് തന്നെയായിരുന്നു. അതിലെങ്ങും ഞാൻ അവരെ കണ്ടിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ അവർ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ സോഷ്യൽ മീഡിയയിലെങ്കിലും കണ്ടേന്, യൂട്യൂബിലൊക്കെ ആണെങ്കിലും കണ്ടേന്. യൂട്യൂബിലും അവർ വന്നതായിട്ടൊരു റെക്കോർഡിക്കലായിട്ടുള്ള ഇൻഫോം ഒന്നുമില്ല. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നു, ആണെന്നറിയാവില്ല. അത്രത്തോളം തന്നെ പാരമ്പര്യം പശ്ചാത്തലമുള്ള കുടുംബാംഗമാണ്. അദ്ദേഹം വരെ പുതുപ്പള്ളിയിൽ വന്ന് മണിക്കൂറുകളോളം കാത്തിരുന്നു, അല്ലേ? ഇതെല്ലാം നമ്മൾ ടി വിയിലൂടെ കണ്ടതാണ്. പോരാത്തതിന് കേരളം ഒന്നടക്കം തന്നെ ഉമ്മൻചാണ്ടി സാറിന് യാത്രയപ്പിൽ പങ്കെടുത്തതാണ്. അതായത് ആ യാത്രയപ്പിൽ പങ്കെടുക്കാനായിട്ട് സംസ്ഥാനത്തിൻ്റെ വടക്കൻ ജില്ലകളിൽ നിന്ന് വരെ ഒറ്റപ്പെട്ട ആൾക്കാർ വന്നും പോയാണ് ഇരുന്നത്. എന്നിരിക്കെ മീന ജാസ്മിനെ പോലെ ഒരു അഭിനേത്രി ഇതിലൊക്കെ പങ്കെടുക്കാത്തത് അങ്ങേയറ്റം ലജ്ജാപരമായ കാര്യം തന്നെയാണ് എന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നാണ് എൻ്റെ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. തന്നെയല്ല, ഈ അടുത്ത കാലത്ത് പുതുപ്പള്ളിയിൽ വീണ്ടും പോയിരുന്നു. പുതുപ്പള്ളിയിൽ ചെല്ലുമ്പോൾ സാറിൻ്റെ ആ പള്ളിയുടെ പടിഞ്ഞാറ് വശത്താണ് സാറിനെ കബറടക്കിയിരിക്കുന്നത്. എന്തോ ഒരു പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് സാറിൻ്റെ തറവാട് വീട്ടിൽ തറവാട് വീട്ടിൽ ചെന്ന് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ബന്ധപ്പെട്ട് പോയിട്ടുണ്ട്. സാറിൻ്റെ ബ്രദറാണ് അവിടെ ഉള്ളത്. അതുപോലെ ജനസമ്പർക്ക പരിപാടിയായിട്ട് ബന്ധപ്പെട്ട്
ഞാൻ കാണാൻ പോയിരുന്നു. എനിക്ക് അപേക്ഷ ഒന്നും കൊടുക്കാനില്ലായിരുന്നു, പക്ഷെ ഒന്ന് കാണാൻ പോയിരുന്നു. ഞാൻ നോക്കിയിട്ട് സ്റ്റേഡിയം നിറഞ്ഞു കവിയായിരുന്നു ജനങ്ങൾ. സ്റ്റേഡിയം നിറഞ്ഞു കവിയായിരുന്നു. അത്രയും ജനത്തിരക്കിൻ്റെ ഇടയ്ക്കും ഈ വീൽ ചെയറിലും അല്ലെങ്കിൽ വയ്യാത്ത രീതിയിലൊക്കെ വരുന്ന പേഷ്യൻസുകളായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരെയൊക്കെ കാണാൻ മുഖ്യമന്ത്രി നേരിട്ട് വേദിയിൽ നിന്ന് ഇറങ്ങി വന്ന് അവരുടെ അടുത്തേക്ക് ചെന്നിട്ടാണ് അവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ച് മനസ്സിലാക്കി. അത്രത്തോളം നന്മയും വ്യക്തിത്വമുള്ള ഒരു നേതാവിൻ്റെ മരണാന്തര അന്തിമോപചാരം അർപ്പിക്കാനാവാത്ത മീരയെപ്പോലുള്ളവർ സാംസ്കാരിക കേരളത്തിന് തന്നെ അപമാനമാണ് എന്ന് മാത്രം ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ചാനലിലെ പരിപാടി ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.